കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞെങ്കിൽ മതി. കല്ലടിയാ പത്രം. പത്രോ? കഴിഞ്ഞു. അല്ല, അളിയൻ വായിച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി. അല്ല, അളിയൻ വായിച്ചിട്ട് ബാക്കി മതി. സാധാരണ അങ്ങനെയല്ലേ? ഏയ്, അത് വേണ്ട, അളിയൻ വായിച്ചിട്ട് തന്നാൽ മതി. അങ്ങനെ പോകല്ലേ? പത്രമായിട്ടളിയാ അറിവുണ്ടാവട്ടെ. ഞാൻ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അളിയൻ വായിച്ചിട്ട് മതി അല്ലേ? കുഴപ്പമില്ലേ? യവന്തി, പിന്നെ ഇടേ ആ ചൂടുവെള്ളം വേണം കേട്ടോ കുളിക്കേ. തണുപ്പുള്ളോണ്ടേ. അയ്യോ, ഞാൻ മറന്നല്ലേ. അടുത്ത വേള ഇതിന് വെള്ളം ഒഴിക്കാറുണ്ടല്ലേ ഈ ചെടിക്കൊക്കെ? പത്രം വേണ്ടേ? അളിയെന്ത് മേടിക്ക് കൈയിട്ട് ഞാൻ പിന്നെ ചാടും അങ്ങോട്ട്. അളിയങ്ങോട്ട് വാ, അടുത്തോട്ട് വാളിയാ. ഈയിടെ വായിച്ച് കഴിഞ്ഞ് നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് എങ്ങോട്ട് വരാനായിട്ട്. പത്രം വേണോ അല്ലേ? എടാ, നാണം ഉണ്ടടാ എനിക്ക്. നാണം ഉണ്ടടാ എനിക്ക്? എല്ലാ ദിവസവും പത്രം എടുത്ത് വെച്ച് വായിക്കണാണല്ലോ. ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന പത്രം എന്നേക്കാൾ മുമ്പ് എല്ലാ ദിവസവും വായിക്കുന്നത് നീയാണ്. എടാ, ആണുങ്ങളാണെങ്കിൽ സ്വന്തം കാശ് ഇതാക്കി പത്രം വരുത്തണം, എന്നിട്ട് അഭിമാനത്തോടെ ഇരുന്ന് വായിക്കണം. അല്ല, കണ്ടവന്റെ പത്രം എടുത്ത് വളരെ ഇതായിട്ട് എടുത്ത് വായിക്കുന്നതല്ല മര്യാദ. എന്തായാലും അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 1 രൂപയുടെ വരുമാനം ഇല്ലെങ്കിലും നിന്നെ അന്തസ്സായിട്ട് അവൾ പോറ്റുന്നുണ്ട്. നിന്നെ കൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും പത്രം വായിക്കാൻ നടക്കണം. അഭിമാനമാണോ ആമ്പിളരെ? പോവുക. ഏട്ടാ, നിങ്ങക്ക് രാവിലെ തന്നെ ഒരു പണിയില്ലല്ലേ? വെറുതെ എന്തിനാണ് ആ മനുഷ്യനോട് വഴക്കടിക്കാൻ പോണത്? നിങ്ങൾ ഒരാളെ നന്നാവാനും സമ്മതിക്കത്തില്ലല്ലേ? അല്ലടി, തങ്കം പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ ഇട്ട് നോക്കിയല്ലേ. സാധാരണയാണെങ്കിൽ അവൻ ഇത് പറയുമ്പോൾ 2 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു പറയുന്നവരാ. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയത്തില്ല. ക്ലീറ്റോ ചേട്ടൻ നന്നായി. 2 ദിവസമായിട്ട് ഇപ്പൊ യൂബർ ഓടിക്കുന്നുണ്ട്. ഏതോ ഒരു കൂട്ടുകാരന്റെ വണ്ടിയാണ് ഓടിക്കണത്. കൃത്യമായിട്ട് പൈസ കൊണ്ടുവന്ന് നാത്തുവിന്റെ കൈ കൊടുക്കണമുണ്ട്. ഉച്ചക്കേ ഊണ് പുറത്തുനിന്ന് കഴിച്ചാൽ പൈസ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാ കഴിക്കണത്. അത് മാത്രല്ല ഏട്ടാ, വീട്ടിലേക്കുള്ള അരി സാധനം എല്ലാം മേടിച്ചോണ്ട് തന്നെ ക്ലീറ്റോ ചേട്ടനാ. എന്നിട്ടാണ് വെറുതെ രാവിലെ എന്നെ ചീത്തയും വിളിച്ചോണ്ടിരിക്കുന്നത്. ചീത്ത വിളിച്ച് അവനുള്ള ദേഷ്യം കൊണ്ടല്ലേ. ഇവന്റെ മാറ്റം ശരിയാണോ നമുക്കൊന്ന് അറിയണമല്ലോ. അതിനാ ഞാൻ ചുമ്മായിട്ട് ഇളക്കിയത്. സാധാരണ അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന. പക്ഷെ പാവളെ ഇന്നൊന്നും പറഞ്ഞില്ല. നല്ല മാറ്റം ഉണ്ടവൻ. ഇവ ഇങ്ങനെ ഒന്നാവാൻ വേണ്ടിയാ ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ തങ്കത്തിനെ കുറിച്ച് ഓർക്കുമ്പോ എന്നും ഒരു ആന്തലായിരുന്നു മനസ്സ്. ഇപ്പൊ അത് മാറി. ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. വന്ന് ഇനി അതും പറഞ്ഞോണ്ടിരിക്കാതെ വാ, കുളിച്ചിട്ട് പോവാൻ നോക്കുന്നു. പത്രം കൊടുക്കണോ? അവിടെ വെച്ചൊക്കെ എടുത്തോളൂ. ഒന്നുമില്ല തങ്കം. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ആളല്ലേ. അതിൻ്റെ ശിക്ഷയായിരിക്കും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനെന്നെ മനസ്സിലാവും, സാവകാശം എന്നെ മനസ്സിലാവും. കനകൻ എന്തെങ്കിലും പറഞ്ഞു ക്ലീറ്റോനെ? അവനെ കുറ്റം പറയണ്ടേ. ഇതിപ്പം ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. തങ്കം, ഇപ്പം അവനോട് ആവശ്യമില്ലാന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എനിക്കൊരു ന്യൂസ് പേപ്പർ കിട്ടോ? ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും അത് വേണ്ട, നമ്മുടെ അല്ലല്ലോ, അവർ കാശ് കൊടുത്ത് മേടിക്കണല്ലേ. എനിക്ക് പഴയത് ഏതെങ്കിലും കിട്ടിയാൽ മതി. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ.
നീ ഒരു പേപ്പർ എടുത്തേന്. അതിൻ്റെ പേരിൽ ഇനിയിപ്പം ഒന്നും വേണ്ട. ഇത് മതിയോ? ആ ചെയ്ത തെറ്റുകളുടെയൊക്കെ ശിക്ഷയായിരിക്കും. സാരമില്ല, വിഷമിക്കരുത്. എനിക്ക് വിഷമമില്ല തങ്കം, ഞാനതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചായ എടുക്കാം.